SSK ഫണ്ടിന്റെ ആദ്യ ഗഡു വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു. 92.41 കോടി രൂപയാണ് ലഭിച്ചത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, എന്തായാലും ഇപ്പോൾ ഫണ്ട് കേരളത്തിന് ലഭിച്ചിരിക്കുകയാണ്, കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ? സ്വാതി, അല്പസമയം മുമ്പാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് ഈ പണം ലഭിച്ചതായിട്ടുള്ള വിവരം വന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും 92.41 കോടി രൂപയാണ് ഇപ്പോൾ SSK ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിരുന്നത്. നേരത്തെ 329 കോടി, ആദ്യ ഗഡുവായി 329 കോടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് മുഖേന കേന്ദ്ര സർക്കാരിന് ആദ്യ പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ട് ആദ്യ ഗഡുവിൽ കേരളം സമർപ്പിച്ച ഈ 329 കോടിയിൽ 109 കോടി രൂപയിലാണ് ഇപ്പോൾ 92.41 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. നോൺ ട്രക്കറിംഗ് ഇനത്തിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ SSKയിൽ വരുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുവദിക്കുന്ന ഫണ്ടാണ് ഈ നോൺ റെക്കറിംഗ് ഫണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 92.41 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ അയച്ചിരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു കഴിഞ്ഞു. ഈ തുക വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു മറുപടി നൽകിയിരുന്നു. SSA ഇനത്തിൽ, സർവശിക്ഷ അഭിയാൻ ഇനത്തിൽ കേരളത്തിൽ ലഭിക്കാനുള്ള ഫണ്ട് ഉടൻ നൽകുമെന്ന്, തടഞ്ഞുവെച്ച ഫണ്ട് ASD മുഖേനയാണ് സുപ്രീം കോടതിയെ നൽകുമെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ സുപ്രീം കോടതിയിൽ ഈ തീരുമാനം അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ഈ 92.41 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ അധ്യാപകരുടെ നിയമന കേസിലാണ് നിലപാട് അറിയിച്ചത്. ഈ SSK വകുപ്പിലാണ്, അല്ലെങ്കിൽ SSKയിലാണ് സ്പെഷ്യൽ അധ്യാപകരും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ശമ്പളവും വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള ഫണ്ടും എല്ലാം കുറെ നാളായിട്ട് പെൻഡിംഗ് ആയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതിയെ സമീപിക്കുകയും കോടതിയിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം അറിയിക്കുകയും ചെയ്തത്. പിന്നാലെയാണ്, മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ആദ്യ ഗഡു എന്ന നിലയിൽ 109 കോടി ആവശ്യപ്പെട്ടതിൽ 92.41 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ തുക ലഭിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഫണ്ട് ലഭിക്കും എന്നുള്ള മറുപടി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ PM3 പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്നോട്ട് പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തയക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്രം ഫണ്ട് തടഞ്ഞു എന്നുള്ള സൂചനയൊക്കെ വന്നിരുന്നു. പക്ഷേ അതിനുശേഷവും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ SSK ഫണ്ട് ലഭിക്കും, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഫണ്ട് ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന നവംബർ 10 ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കും. ഈ കൂടിക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ SSK ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിനോടൊപ്പം തന്നെ PM3 പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി കേരളത്തിൽ എത്തിയിരുന്നു, ധീരജ് സാഹു. അദ്ദേഹവുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഈ SSK ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത്. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുകയും അതിനോടൊപ്പം തന്നെ SSA ഫണ്ട് സംസ്ഥാന കുറെ കാലങ്ങളായി കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരുന്ന ഒരു ഫണ്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു സംസ്ഥാനത്തിന് അർഹമായ തുക ലഭിക്കാൻ. ഈ ഒരു കാലതാമസം ഉണ്ടാവാൻ എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് നമ്മൾ നോക്കേണ്ടതല്ലേ? തീർച്ചയായും സ്വാതി, ആദ്യഘട്ടങ്ങളിൽ ഇത് സംസ്ഥാനത്തിന് ഈ തുക നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. SSK ഫണ്ട് തടഞ്ഞു വയ്ക്കുകയും ഒപ്പം തന്നെ PM3 പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ ഈ തുക അനുവദിക്കൂ എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അതും ഔദ്യോഗികമായി അറിയിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് പുറപ്പെടുവിക്കുന്ന ഒരു നടപടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഈ തുക PM3 പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിടാത്തതിന് പിന്നാലെ SSK ഫണ്ടടക്കം ഏകദേശം 1476 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ആകെ മൊത്തം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ ഫണ്ട് ലഭിക്കുന്നതുമായി ആവശ്യപ്പെട്ട് ചർച്ച നടത്തുമ്പോഴെല്ലാം തന്നെ PM3 പദ്ധതിയിൽ നിങ്ങൾ ഒപ്പിടൂ, അത് ഒപ്പിട്ടതിന് പിന്നാലെ നൽകാൻ